നമസ്കാരം. റൈസിംഗ് കൊട്ടിയം ശ്രീ പുല്ലാങ്കുഴി സന്തോഷ്, അദ്ദേഹവുമായിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് NTV ന്യൂസ് ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഓരോ നിമിഷവും ഓരോ കഥകളാണ്. ചിലപ്പോൾ അത് സ്വപ്നങ്ങളാണ്, മറ്റു ചിലപ്പോൾ ആഘോഷങ്ങളും. പുതിയ ശീലങ്ങൾ പകർന്നു നൽകുമ്പോൾ അത് അംഗീകാരവുമാണ്. ഒത്തുചേരലുകൾ ഇരട്ടി മധുരമാക്കുന്ന അമൂല്യമായ സമ്മാനങ്ങൾ പോലെ കഥകൾ നിങ്ങളുടെ ആഭരണം പറയട്ടെ. ഇപ്പോൾ നാം ഉള്ളത് റൈസിംഗ് കൊട്ടിയം പുല്ലാങ്കുഴി സന്തോഷ് എന്ന വ്യക്തിയുടെ ഭവനത്തിലാണ്. അദ്ദേഹം റൈസിംഗ് കൊട്ടിയം എന്ന പ്രസ്ഥാനത്തിൻ്റെ ഫൗണ്ടറും പ്രസിഡൻറ്റും കൂടെയാണ്. വരൂ, നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. റൈസിംഗ് കൊട്ടിയം എന്താണ് സാർ ഈ ഒരു നാമം കൊണ്ട് താങ്കൾ പ്രതീക്ഷിച്ചതും ഉദ്ദേശിച്ചതും? ഞാൻ വളരെ കാലം വെളിനാട്ടിൽ നിന്ന ഒരു വ്യക്തിയാണ്. ദുബായിൽ 21 വർഷത്തോളം. അത് കഴിഞ്ഞ് ഞങ്ങൾ 2011 കൊട്ടിയത്ത് ഞങ്ങളുടെ കുടുംബ പേരിൽ ഒരു പ്രസ്ഥാനം തുടങ്ങിയത് പുല്ലാങ്കുഴി പെയിൻറ്റ്സ് എന്ന്. ഇപ്പോൾ വിദേശത്ത് നിരവധി രാജ്യത്ത് എനിക്ക് പെയിൻറ്റിൻ്റെ കൂടുതൽ ചെയ്തപ്പോൾ, അതിൻ്റെ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തപ്പോൾ ഒരുപാട് നാടുകളിൽ എനിക്ക് പോകാനായിട്ട് കഴിഞ്ഞു. ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ തുടങ്ങിയ ഒരുപാട് നാടുകളിൽ പോകാൻ തുടങ്ങി. സിംഗപ്പൂർ ഉൾപ്പെടെയുള്ള ഒരുപാട് നാടുകളിൽ പോകാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിലൊരാഗ്രഹം തോന്നി, നമ്മുടെ നാടും ഇതേപോലെ ആകണം. വൃത്തിഹീനമായി കിടക്കുന്ന നമ്മുടെ പ്രദേശമാകെ വൃത്തിയുള്ള ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാക്കി മാറ്റണമെന്നുള്ളൊരു മനസ്സിലൊരു തോന്നൽ വന്നു. അങ്ങനെയാണ് എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഞാനിരുന്ന് എൻ്റെ മോളോടും വൈഫിനോടും സംസാരിച്ചു. അപ്പോൾ പറഞ്ഞു, നമുക്കൊരു സംഘടന കൊട്ടിയത്തുണ്ടാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റൈസിംഗ് കൊട്ടിയം ഉണ്ടാകുന്നത്. എൻ്റെ മകളാണ് ഇതിന് റൈസിംഗ് കൊട്ടിയമെന്ന. ഞങ്ങൾ നിരവധി പേരുകൾ സെലക്ട് ചെയ്ത് നോക്കി, എന്നിട്ട് ഒരു പേരും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു പേര് വന്നില്ല. അവസാനം മോള് പറഞ്ഞു റൈസിംഗ് കൊട്ടിയമെന്നിടാമെന്ന്. ഞാൻ ഇതിൻ്റെ എന്താണ് ഉദ്ദേശം? ഉയരുന്ന കൊട്ടിയം, അല്ലെങ്കിൽ ഉയർത്തപ്പെടേണ്ട കൊട്ടിയം, അതാണ് അർത്ഥവും കണ്ട്. അങ്ങനെയാണ് 2021 ആഗസ്റ്റ് മാസം ഞങ്ങൾ രൂപീകരിച്ച് നമ്മുടെ പ്രിയങ്കരനായ MLA ശ്രീ നൗഷാദ് അവറുകൾ ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ 40 മാസം കഴിഞ്ഞിരിക്കുകയാണ് സംഘടനയുടെ പ്രവർത്തനം തുടങ്ങിയത്. ഈ പ്രസ്ഥാനം കൊണ്ട് താങ്കൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ എന്താണ്? അതായത് താങ്കൾ ഈ ഒരു പ്രസ്ഥാനം ഉടലെടുക്കുമ്പോൾ ഉണ്ടാകേണ്ട ചില ഉദ്ദേശങ്ങളും മിഷനും ഉണ്ടാവുമല്ലോ. താങ്കളുടെ മിഷനും എന്തായിരുന്നു? ഞങ്ങൾ ഉദ്ദേശിച്ചത് തന്നെ ഈ നാടിൻ്റെ പുരോഗതി, ഉയർച്ച, ഈ നാട്ടിലെ ഓരോ ജനങ്ങൾക്കും ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ പങ്കാളിയാകാൻ ഒരു കൂട്ടം ജനങ്ങളെ സംഘടിപ്പിക്കുക. രാഷ്ട്രീയ മത വ്യത്യാസമനുസരിച്ച് അവരോടൊപ്പം നിന്ന് അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളിൽ പങ്കാളിയായിക്കൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്ന ഒറ്റ ഉദ്ദേശം. അപ്പോൾ ഇത് അങ്ങനെ തുടങ്ങുകയും ഇപ്പോൾ നിരവധി പ്രവർത്തനങ്ങളും താങ്കൾ നടത്തിയിട്ടുണ്ടല്ലോ. ഇതിൽ പരമപ്രധാനമായിട്ടുള്ള പ്രവർത്തനങ്ങൾ താങ്കളെ സംബന്ധിച്ച് എന്തായിരുന്നു?
നിരവധി കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പമാണ് നമ്മുടെ നാഷണൽ ഹൈവേ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 34 ദിവസം ഞങ്ങൾ സംഘടിപ്പിച്ച കേരളം കണ്ട ഏറ്റവും വലിയ സമരം, അത് റൈസിംഗ് കൊട്ടിയെ നേതൃത്വം കൊടുത്തുകൊണ്ട് ആക്ഷൻ കൗൺസിലിൻ്റെ ഒരു ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി വിവിധ സംഘടനകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വലിയൊരു സമരം ഞങ്ങൾക്ക് നയിക്കുവാൻ കഴിഞ്ഞ് അതിൽ 3 സ്പാനായിരുന്നു 27.5 മീറ്റർ ദൈർഘ്യമുള്ള 3 സ്പാനുകളായിരുന്നു ഇവിടെ അലോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഞങ്ങളുടെ സമരങ്ങളിലൂടെ ഞങ്ങൾക്ക് ഒരു സ്പാനും കൂടെ കിട്ടിയത്. പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഞങ്ങളുടെ സമരത്തിൻ്റെയൊക്കെ ഫലമായിട്ട് വീണ്ടും അത് നീട്ടും ലുലുവൊക്കെ വന്നതിൻ്റെ പേരിൽ അങ്ങനെ കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. നോർക്ക ചെയർമാൻ എം.എ. യൂസുഫ് അലി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തെ കാണാൻ താങ്കൾ ശ്രമിക്കുകയും ഇതിന്റെ റോഡിന്റെ ശോചനീയാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ താങ്കൾ ശ്രമിച്ചിട്ടുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്താണ് സാറിന് പറയാനുള്ളത്? നോർക്ക ചെയർമാനെ എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടുത്തെ ഒരു വിവരം ഇങ്ങനെയുള്ള പാലം ഞങ്ങൾക്ക് ഇതും കൂടെ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടണമെന്ന് അദ്ദേഹത്തിനോടൊക്കെ അറിയിച്ചിട്ടുണ്ട്. ശ്രീ പത്മ പളനി, കൊട്ടിയം വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ പളനി അദ്ദേഹത്തിൻ്റെ കൂടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ഒരു അവസരം കിട്ടിയില്ല. അപ്പോൾ പളനി തന്നെ പറയുകയുണ്ടായി, സന്തോഷം കൂടെ ഉണ്ടായിരുന്നു നമുക്ക് നല്ല രീതിയിൽ അദ്ദേഹത്തിനിടയ്ക്ക് ഇത് അവതരിപ്പിക്കാൻ കഴിഞ്ഞേനെന്ന്. ഇക്കാര്യം അദ്ദേഹം പത്മ പളനി ഇക്കാര്യം അദ്ദേഹം ശ്രീ എം.എ. യൂസുഫ് അലി അദ്ദേഹത്തോട് പറയുന്നത് ഞങ്ങളും വിറ്റ്നസ് ആയതാണ് ആ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതൊരു നല്ലൊരു ആശയമാണ്. നിങ്ങളെപ്പോലുള്ള ഒരു വലിയൊരു പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഇടപെടാൻ കഴിഞ്ഞത്. ഇനി ഭാവിയിൽ നിങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾ ശക്തപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ നിങ്ങൾ നടത്തുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾ 3 പഞ്ചായത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് 3 പഞ്ചായത്തിലെ ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പ്രവർത്തനം നടത്തി വരുന്നതെങ്കിലും ഞങ്ങൾക്ക് ജില്ലയിലും സംസ്ഥാനം ഒട്ടും വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെയും സംഘടനയുടെയും ഒക്കെ ആഗ്രഹം. അത് സബലീകരിക്കുമെന്നാണ് എൻ്റെയും വിശ്വാസം. ഇന്ന് കൊട്ടിയം റൈസിംഗ് കൊട്ടിയം എന്ന പേരിട്ട് കൊട്ടിയം ഇന്ന് വികസിച്ചു കൊണ്ടിരിക്കുകയാണ്. വിവിധ ഇപ്പോൾ ലുലു വന്ന് ഇൻ്റർനാഷണൽ ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെയാണ്. അത് വന്നു കഴിഞ്ഞു. നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാൻ ഇന്നും മിക്കവാറുമുള്ള ദിവസങ്ങളിലെല്ലാം ലുലുവിൽ പോകുന്നുണ്ട്. പർച്ചേസിനുപരി ആ വരുന്ന ജനങ്ങളുടെ സന്തോഷം. ഞാനൊരു റൈസിംഗ് കൊട്ടിയം എന്ന സംഘടനയുടെ പ്രസിഡൻ്റായിട്ടിരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൻ്റെ വികസനം കാണാൻ വലിയ ആഗ്രഹമാണ്. അത് അവിടെ നിന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. പലരും ഇപ്പോൾ അഭിപ്രായം പറയുന്നത് ഞങ്ങൾക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നു ലുലു വന്നതിൻ്റെ പേര്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മുടെ നാട്ടിൽ മുമ്പ് 1000 പേര് വന്നെങ്കിൽ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ വരാൻ പോകുന്നതാണ്. അതിൽ നിന്നൊക്കെ വിവിധ മേഖലയിലുള്ളവർക്ക് കച്ചവടങ്ങൾ കിട്ടും. നിങ്ങളാരും ഭയപ്പെടേണ്ട ഒരാവശ്യവുമില്ലെന്നാണ് ഞാൻ അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി, ചെറിയൊരുക്കങ്ങൾ, പിന്നെ അകം നിറയുന്ന ചില തിളക്കങ്ങൾ. ഈ ലോകത്തിൽ ഏറ്റവും അമൂല്യമായത് ഞാൻ തന്നെയാണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ. അതെ, അമൂല്യമാണ് ഞാൻ, എൻ്റെ സ്വർണവും. ചുങ്കത് ഗോൾഡ്, precious like me. ഇപ്പോൾ ഈ സംഘടനയിൽ വ്യവസായികൾ ഒട്ടാകെ ഇതിൻ്റെ അംഗങ്ങളാണ് എന്ന തലത്തിലാണോ, അതോ മറ്റുള്ള എല്ലാവരും വ്യവസായികളെ കൂടാതെ മറ്റുള്ളവരും കൂടെ ഈ സംഘടനയിൽ അംഗങ്ങളെന്ന നിലയിലുണ്ടോ? വ്യാപാരികളുണ്ട്, വ്യവസായികളുണ്ട്, വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ, എല്ലാ മേഖലയിലും ഇവൻ്റ് മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി, ഞങ്ങൾ 27 അംഗ എക്സിക്യൂട്ടീവാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. അതിന് ഫൗണ്ടറായിട്ട് നിൽക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ശ്രീ സമീർ, റോയൽ സമീർ,
ഏറ്റവും ഭംഗിയായിട്ട് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നിർവഹിക്കുന്നുണ്ട്. അതിലും എനിക്ക് വലിയ ഒരു സന്തോഷമുണ്ട്. എടുത്തു പറയത്തക്ക വിധം അംഗങ്ങൾ താങ്കളുടെ അജണ്ടയിൽ അല്ലെങ്കിൽ താങ്കളുടെ വിഷനിൽ, താങ്കളുടെ പ്രവർത്തന മേഖലകളിൽ താങ്കൾക്ക് അങ്ങനെ പറയാനുണ്ടോ? ചില വ്യക്തികൾ ശരി കൂടുതൽ പ്രവർത്തിക്കും, ചില വ്യക്തികൾ കൂടെ നിൽക്കും. പക്ഷെ എടുത്തു പറയത്തക്ക വിധ വ്യക്തികൾ താങ്കളുടെ ഇതിലുണ്ടോ പറയാൻ താങ്കൾക്ക്? എടുത്തു പറയാൻ ഇപ്പോൾ താങ്കൾ റോയൽ അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതുപോലെ ഈ പറയുന്ന ഇത്രയും വ്യക്തികളുണ്ട്. അവരെല്ലാം വ്യവസായികൾ ഇതുപോലെ മറ്റുള്ള പല പല മേഖലകളിൽ നിന്ന് വരുന്നവരാണല്ലോ. അപ്പോൾ ഇദ്ദേഹത്തെ കൂടാതെ, റോയൽ സമീർ അദ്ദേഹത്തെ കൂടാതെ മറ്റുള്ള ചില ആളുകളും കൂടെ ഉണ്ടോ എടുത്തു പറയാൻ? തീർച്ചയായിട്ടും നിരവധി പേരാണ്. ഇപ്പം വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ശ്രീ നൗഷാദ് ആൽഫ, അതേപോലെ തന്നെ ഫർണിച്ചർ രംഗത്ത് പ്രവർത്തിക്കുന്ന നിസാം വെറൈറ്റി, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ ഒരു കമ്പനിയുടെ സൂപ്പർവൈസറായിട്ട് പ്രവർത്തിക്കുന്ന ശ്രീ രാജേഷ് ആധാരം, അതേപോലെ തന്നെ ആധാര രംഗത്ത് പ്രവർത്തിക്കുകയാണ് ഞങ്ങളുടെ ഖജാൻജി, മറ്റ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ശ്രീ അയ്യൂബ് ഖാൻ, അങ്ങനെ നസീർ ഖാൻ, അതേപോലെ തന്നെ എൻ്റെ കൂടെ തന്നെ പാർട്ണറായിട്ടുള്ള ഞങ്ങളുടെ റഹീം മുത്തലിഫ് ഉൾപ്പെടെയുള്ളവർ വളരെ ഭംഗിയായിട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുകയും നമുക്ക് എന്താണോ ആവശ്യം, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങളാണ് നമുക്ക് ചെയ്യുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓണത്തിന് പരിപാടികൾ, ഇപ്പം 4ാമത് ഞങ്ങളുടെ കുടുംബ സംഗമം നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 31-ന്. കാരണം ഈ പ്രദേശത്തൊന്നും ഇത്രയും വലിയൊരു കുടുംബ സംഗമം അല്ലെങ്കിൽ ന്യൂ ഇയർ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതായിട്ട് എനിക്കറിവില്ല. പക്ഷെ ഞങ്ങൾ 4ാം വർഷവും ഭംഗിയായിട്ട് ഈ തവണ വന്നേക്കുന്നത് 600 വ്യക്തിത്വങ്ങളാണ്. 600 വ്യക്തിത്വങ്ങളെ ഫാമിലിയായിട്ട് കൊണ്ടുവന്ന് ബുഫേ ഫുഡ്, അതേപോലെ തന്നെ ഗാനമേള, ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ സംഘടനയെ എല്ലാവിധത്തിലും സുഖദുഃഖങ്ങളിൽ മാത്രമല്ല കുടുംബങ്ങളെ ഒന്നിപ്പിക്കാനും എല്ലാ രീതിയിലും സംഘടന തയ്യാറാണ്. എല്ലാ മേഖലയിലും സംഘടന ഇറങ്ങിച്ചെല്ലുകയാണ്. ഏറ്റവും അവസാനമായി ചോദിച്ചോളട്ടെ, പൊതുവായി നിങ്ങളുടെ സംഘടന ഒരു മെസ്സേജ് ഉണ്ടാവുമല്ലോ, അത് എന്ത് മെസ്സേജാണ് താങ്കൾ പൊതുവായിട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്? ഏറ്റവും പൊതുവായിട്ട് പറയുവാനുള്ളതെന്ന് പറഞ്ഞാൽ, ജനങ്ങൾക്ക് ഇപ്പോൾ എന്തോ ഒരു വലിയ മനസ്സിനൊരു വലിയ സന്തോഷമാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായാൽ ഗവൺമെൻറ്റിൻ്റെ അധീനയിലുള്ള പോലീസോ മറ്റു പറയുന്നതിന് മുമ്പേ ഒരു സംഘടന ഞങ്ങളെ കൂടൊപ്പം നിന്ന് പ്രവർത്തിക്കുവാൻ ഞങ്ങളെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നൽ അവർക്ക് ഒരു ധൈര്യം പകർന്നു കിട്ടിയിരിക്കുകയാണ്. ഇപ്പം ഞാൻ താമസിക്കുന്ന പേരയം തന്നെ അടുത്ത കാലത്ത് ഞങ്ങൾ 5.5 കിലോമീറ്റർ 15 വർഷമായി പൊട്ടിപ്പൊളിഞ്ഞ് തരിപ്പണമായി സഞ്ചാരയോഗ്യമല്ലാതെ കിടക്കുന്ന റോഡിനു വേണ്ടി നിരവധി സമരങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷെ എങ്ങും എത്തിയിട്ടില്ല. അത്രയും ജനങ്ങളെ ഈ പേരെ നിവാസികളെ നേരത്തെ റൈസിംഗ് കൊട്ടിയം എന്താണെന്ന് അറിയില്ലായിരുന്നു. ആയിരക്കണക്കിന് 4 വാർഡുകളിലുമായിട്ട് 14,000-ഓളം ആൾക്കാർ, 4,000-ഓളം ഫാമിലികൾ അധിവസിക്കുന്ന ഒരു പ്രദേശമാണിത്. ഈ 4,000-ഓളം ഫാമിലികളിലും ഇന്ന് തിരക്കിയാൽ റൈസിംഗ് കൊട്ടിയം എന്താണ് എന്നവർ പറഞ്ഞു തരും. അതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? അന്നേരം ജനഹൃദയങ്ങളിൽ ഇറങ്ങിച്ചെല്ലുവാനായിട്ടും അവരോടൊപ്പം നിന്ന് അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഞങ്ങളുടെ സംഘടന കാണുന്നു. ഇനിയും ഇത് ഉയർത്തി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിട്ട് അവരോടൊപ്പം എന്നും ഉണ്ടാകുമെന്നാണ് ഈ ഒരു അവസരത്തിൽ എനിക്ക് അറിയിക്കുവാനുള്ളത്. നന്ദി സർ. ഈ ഒരു അവസരത്തിൽ താങ്കളോട് NTVയോട് താങ്കൾ
ചെലവഴിച്ച ഈ ഒരു നിമിഷത്തെ ഓർത്ത് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.